ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ആലപ്പുഴ ജില്ലയിലെ മാരാരി ബീച്ചിൽ നിന്നുള്ള കാഴ്ചയാണിത്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഒഴിവു സമയം ചെലവഴിക്കാൻ എത്തുന്ന ഈ ബീച്ചിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് തെരുവ് നായശല്യം. കാഴ്ചയിൽ ശാന്തസ്വഭാവം ഉള്ളവയായി തോന്നുമെങ്കിലും എപ്പോഴാണ് ഇവർ അക്രമാസക്തരാവുകയെന്ന് പറയുക സാധ്യമല്ല. ഒറ്റയ്ക്കും കൂട്ടമായും ബീച്ചിന്റെ പല ഭാഗത്തായി അലഞ്ഞു തിരിയുന്ന ഈ നായ്ക്കൾ പലപ്പോഴും സഞ്ചാരികൾക്ക് നേരെ കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. ആളുകൾ കൂട്ടമായി നിൽക്കുന്നതിനിടയിലും സ്വൈര്യവിഹാരം നടത്തുന്ന ഈ നായ്ക്കളെ ഭയപ്പെടുത്തി അകറ്റി ഓടിക്കാനും സഞ്ചാരികൾ മടിക്കുന്നു. കൂട്ടമായി എത്തുന്ന ഈ തെരുവു നായ്ക്കളുടെ ആക്രമണത്തെ ഭയന്നാകാം അവർ അതിന് ശ്രമിക്കാത്തത്. പരസ്പരം കടിപിടി കൂടി ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറുന്നത് സഞ്ചാരികളെ ഭീതിയിലാഴ്ത്തുന്നു. ശാന്ത സ്വഭാവമുള്ളവയും ഈ കൂട്ടത്തിലുണ്ടെങ്കിലും നല്ലൊരു ശതമാനവും ആക്രമണ സ്വഭാവമുള്ളവയാണ് എന്നതാണ് വസ്തുത. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നായകളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ, ഇരുചക്രവാഹന യാത്രികർക്കു നേരെ, ആശുപത്രി, സർക്കാർ ഓഫീസുകളുടെ വരാന്തകളിൽ, എന്തിന് സ്വന്തം വീടിന് മുന്നിൽ വരുന്ന വയോധികനെ വരെ നായക്കൂട്ടങ്ങൾ കടിച്ചു കീറിയിട്ടും എന്തുകൊണ്ടാണ് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമില്ലാത്തത്? ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി തെരുവിൽ ഉപേക്ഷിക്കുന്നതും അത് കുമിഞ്ഞുകൂടുന്നതും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകളെ കൃത്യമായി ബന്ധീകരണം നടത്താത്തതും ഒരു കാരണമാണ്. പരിഹാരമുണ്ട്. നായപ്രേമികളും അധികാരികളും ഒന്നിച്ച് കൈകോർത്താൽ ഇത്തരം നായകൾക്കായി ഷെൽട്ടർ സംവിധാനം ഒരുക്കുവാൻ കഴിയും. പക്ഷേ എത്ര മൃഗസ്നേഹികൾ അതിന് മുതിരുന്നുണ്ട്? സമൂഹമാധ്യമത്തിൽ തെരുവ് നായ്ക്കളെക്കാൾ ഭ്രാന്തമായി കുരയ്ക്കുന്നത് മാത്രമേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് നമ്മളെ പ്രതിനിധീകരിച്ച് വോട്ട് വാങ്ങി ജയിച്ച ജനപ്രതിനിധികൾ തന്നെയാണ്.